ഹായ് ഫ്രണ്ട്സ്, ഞങ്ങൾ ഇന്ന് എൻ്റെ ഏറെ കാലത്തൊരാഗ്രഹം സാധിക്കാൻ വേണ്ടി പോകാൻ കേട്ടോ. ഞാൻ ഇന്നവരെ മീൻ പിടിക്കുന്നത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. സോ ഞാൻ ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ കണ്ണും പൂട്ടി സമ്മതിച്ചു മയ്യാസ. സന്തോഷം കൊണ്ട് എൻ്റെ കണ്ണ് വരെ നിറഞ്ഞുപോയി. ഇതാണ് നമ്മുടെ സ്പോട്ട്. ഇത് സംഭവം മമ്മിക്കാൻ്റെ അമ്മോൻ്റെ ഒരു ഓട്ട് കമ്പനിയാണ്. ഇവിടെ നിന്നായിരുന്നു ഞങ്ങളുടെ മാരേജ് ഫോട്ടോഷൂട്ടൊക്കെ ഇട്ടാൽ, അതും ഒരു മഴയ സമയത്ത്. അതൊന്നും ഓർക്കാൻ കൂടി വയ്യ. അപ്പം നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നുണ്ട്, കാര്യത്തിലോട്ട് കിടക്കാം. നല്ല വഴി ഉണ്ടായിട്ട് കുറച്ച് അഡ്വഞ്ചർ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടി അപ്പുറം കിടക്കാമെന്ന് വിചാരിച്ചതാണ്. പടച്ചോനെ കണ്ണും മൂക്കും കാണുന്നില്ല. ദൂരെ എവിടുന്നോ കുറച്ച് വെളിച്ചം കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പുറം ലോകം കണ്ട്. ആ പച്ച വണ്ടിയിൽ പോണത് നമ്മുടെ ആളാണ്, ബാക്കിൽ പോണത് ഉപ്പയും. എൻ്റെ കൂടെ മാമിമാരുടെ മക്കളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു വണ്ടി കാളയും കൊണ്ടാണ് ഞങ്ങൾ വന്നിക്കണത്. വലിയ മീൻ എന്തെങ്കിലും കിട്ടിയാലോ, എല്ലാവരും കൂടി താങ്ങി പിടിക്കേണ്ടി വരില്ലേ. അപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണേ. അങ്ങനെ ഒരുപാട് പ്രതീക്ഷകളോടെ നമ്മൾ ആ ചൂണ്ട എറിഞ്ഞിട്ടുണ്ട്. കുറച്ചു നേരം നമ്മളിങ്ങനെ കാത്തുന്നു. പിന്നെ ഈ ചൂണ്ട തിരിച്ച് വലിച്ച് വീണ്ടും ഇട്ട് അങ്ങനെ ഭയങ്കര ബോറടിയൊക്കെ ആയിരുന്നു. എന്നാലും നമ്മൾ നമ്മുടെ പ്രതീക്ഷ കൈവിടാൻ പാടില്ലല്ലോ. ഇവരെ ഇടയ്ക്കിടയ്ക്ക് വെള്ളത്തിൽ നിന്ന് എടുത്ത് വെയിറ്റൊക്കെ മാറ്റി കെട്ടുന്നുണ്ട്. ഇതിപ്പോൾ എത്രാമത്തെ അറ്റംപ്റ്റാന്ന് എനിക്കെന്നെ ഓർമ്മയില്ല. നമ്മൾ ചെറിയ മീനൊക്കെ ഇങ്ങനെ വെള്ളത്തിൻ്റെ മുകളിലൊക്കെ പൊന്തി വരുന്നൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അതുപോലും നമ്മുടെ ചൂണ്ടയിൽ പെടുന്നില്ലായിരുന്നു കേട്ടോ. അപ്പോഴാണ് ഞാൻ ആ വലിയ സത്യം മനസ്സിലാക്കുന്നത്. എൻ്റെ കൂടെ വന്ന് ഈ സാധനം ആദ്യമായിട്ട് ചൂണ്ടിട്ടാണെന്ന്. എന്തായാലും മീനൊന്നും കിട്ടുന്നില്ല. എന്നാൽ പിന്നെ കുറച്ച് കരിക്കിടാന്ന് വിചാരിച്ച്. അപ്പം മാമിൻ്റെ മോനെ ഞാൻ കയറിക്കോളാം എന്നൊക്കെ പറഞ്ഞങ്ങാണ്ട് വലിയ ആളെ പോലെയൊക്കെ കയറുന്നുണ്ട്. ഞാൻ ഉദ്ദേശിച്ച തെങ്ങ് ഇങ്ങനെ അല്ല എന്ന് പറഞ്ഞിട്ട് ആൾ പകുതി എത്തിയപ്പോൾ താഴത്തേക്ക് തന്നെ ഇറങ്ങി. വേറെ ആർക്കും ഇടാൻ കഴിയാമെന്ന് ചോദിച്ചപ്പോൾ തന്നെ ധൈര്യസമേതം മുന്നോട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. ആദ്യമായിട്ട് ചൂണ്ടിടുക എന്നുള്ള അതേ അവസ്ഥയാണ് ഇവിടെ. ആദ്യമായിട്ട് തെങ്ങ് കയറുകയാണ്. കൊടുവാളൊക്കെ കൊണ്ട് വലിഞ്ഞ് കയറുന്നുണ്ട്. തേങ്ങ ഇടോ കരിക്കിടോ എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയാം. ആ തെങ്ങിലെ വേറെ ഒരു കരിക്കും ഇഷ്ടപ്പെടാഞ്ഞിട്ടാണ് തോന്നുന്നുണ്ട്. നേരെ തലക്ക് മുകളിലുള്ള തേങ്ങ തന്നെ നോക്കിയിടണത്. ഇതിപ്പോൾ ഇരിക്കണ മരം മുറിക്കണ അവസ്ഥ ആവുമോ? സത്യത്തിൽ ആൾക്കൊരു എയിം കിട്ടിയിട്ടില്ല. അതാണ് മെയിൻ പ്രോബ്ലം എന്ന് വെച്ചാൽ. കുറേ നേരമായിട്ട് ഞങ്ങളെ താഴത്തോട്ട് നോക്കി എന്തൊക്കെയോ പറയുന്നുണ്ട്. പിന്നെ മരം ഒന്ന് കുലുക്കി നോക്കുന്നുണ്ട്. എത്ര വെട്ടിയിട്ടും ആ കരിക്ക് മാത്രം താഴോട്ട് വരുന്നില്ല. പാവം ഇപ്പം കിട്ടും എന്നൊക്കെ പറഞ്ഞാണ്ട് മുകളിലൊക്കെ നോക്കിയിരിക്കുന്നുണ്ട്. പക്ഷെ അത് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് നല്ലൊരു തീരുമാനമായിരുന്നു. ആൾ കൈകൊണ്ട് പറിച്ചിടാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. യെസ്, മിഷൻ സക്സസ് ആയിട്ടുണ്ട്. അങ്ങനെ 2-3 തേങ്ങ താഴത്തേക്ക് ഇട്ടിട്ട് ആളുടെ സ്റ്റാമിന തീർന്നു എന്ന് പറഞ്ഞുകൊണ്ട് താഴത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ കുറച്ച് കരിക്കും ഇളനീരൊക്കെ കഴിച്ചിട്ട് മീൻ കിട്ടാത്തതിൻ്റെ സങ്കടത്തിൽ പോകുന്ന വഴിക്ക് പശുവിന് ഒരു ഇലയും കൊടുത്തിട്ട് നമ്മൾ തിരിച്ചുപോയി. 2000 years later. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ നമ്മൾ അതേ മിഷനായിട്ട് ഒന്നുകൂടി ഇറങ്ങിയിരിക്കുകയാണ്. ഇത്തവണ നമ്മൾ ഫുൾ സെറ്റപ്പായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഈ ഒരു സ്പോട്ട് എവിടെയെന്ന് വെച്ചാൽ നമ്മുടെ അരീക്കോട് മാവൂര് പോണ വഴിയാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ചൂണ്ടിടാൻ വേണ്ടി വിചാരിച്ചിട്ടുള്ളത്. നമ്മൾ ഇപ്രാവശ്യം വന്നിട്ടുള്ളത് ഫുൾ സെറ്റപ്പായിട്ടാണ് കേട്ടോ. നമ്മൾ ആളെയും കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് വേറെ ആരുമല്ല, എൻ്റെ ഒരു കസിനാണ്. അപ്പോൾ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു അതിക്രൂരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. നമ്മുടെ മണ്ണിരേനെ നമ്മുടെ ഈ ഹുക്കിൽ കുത്തി കയറ്റുന്ന ഒരവസ്ഥയാണ് കേട്ടോ. പാവം, സോ സാഡ്. എന്തൊരു നീചമായ പ്രവൃത്തിയിൽ ഇവരൊക്കെ എന്തെങ്ങനെ. അപ്പോൾ ഇവിടെ നമ്മൾക്ക് ഒരു ചൂണ്ട നമ്മൾ ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇവിടുന്ന് നമ്മൾക്ക് കിട്ടുമായിരിക്കും. ഇന്ന് ഒരുപാട് ആൾക്കാർ അവിടെ ചൂണ്ടിടുന്നുണ്ടായിരുന്നു കേട്ടോ. മെയിനായിട്ട് ഫുള്ള് ചെക്കന്മാരായിരുന്നു. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ളതിൽ ഞാൻ മാത്രമായിരുന്നു ഒരു പെൺകുട്ടി. എന്താ ചെയ്യുക, ഓരോരോ പ്രാന്ത്, അല്ലാണ്ട് ഇപ്പം എന്താ പറയുക. അപ്പോൾ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നൊന്നും മീൻ കിട്ടണില്ല എന്ന് പറഞ്ഞിട്ട് കുറച്ചും കൂടി ഉള്ളിലേക്ക് ഇറങ്ങി പോവുകയാണ്. എന്തായാലും നമ്മൾ ഇപ്രാവശ്യം മീനിനെ പിടിച്ചേ അടങ്ങും. അവിടെയുള്ള ചെക്കന്മാർക്കൊക്കെ മീനിനെ കിട്ടിയിട്ടുണ്ടോ. അപ്പോൾ എൻ്റെ എക്സൈറ്റിംഗ് ലെവൽ കൂടിയിട്ടുണ്ട്. വേറൊരു ദുഷ്ടനെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഹുക്കിൽ കോർത്ത് കയറ്റാണ്. എന്ത് ദുഷ്ടന്മാരല്ലേ നമ്മളെ നാട്ടിലുള്ളവരൊക്കെ, പാവം മണ്ണിരകൾ. എൻ്റെ കസിന് ഈ ഒരു കാര്യത്തിനോട് വല്ലാത്തൊരു ക്രേസാണ് കേട്ടോ. എല്ലാ ടൈപ്പ് ചൂണ്ടകളും എൻ്റെ കയ്യിലുണ്ട്. ബട്ട് അവിടെ നിന്നും നമ്മൾക്കൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എന്നാലും പ്രതീക്ഷകൾ കൈവിടാതെ നമ്മൾ അടുത്ത സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. എവിടെ നിന്ന് എന്തായാലും കിട്ടുന്നുണ്ടോ പറഞ്ഞത്. ആൾക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളതാണ്. അങ്ങനെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ വീണ്ടും സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്രാവശ്യം നമ്മൾ ഒറ്റൊന്ന് മാത്രമായിട്ട് യൂസ് ചെയ്തത്. ഞങ്ങൾ ഒരുപാട് തവണ നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു.
എന്താ ചെയ്യുക, നിർഭാഗ്യവശാൽ നമുക്കൊന്നും തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഒരു ചെറിയ പരൽമീനിനെ പോലും നമുക്ക് ഇവിടുന്ന് കിട്ടിയില്ല എന്നാണ്. ഇത്രയും സാധനങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും വന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് എൻ്റെ ഹസ്ബൻഡ് ഇതൊന്ന് ട്രൈ ചെയ്യാണ്, പഠിക്കുകയാണ്. അപ്പോൾ ഈ സാധനം പഠിച്ചപ്പോൾ ഒന്ന് എനിക്കൊരു ചെറിയൊരു കമ്പം തോന്നി, ഞാനും ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ എൻ്റെ ട്രൈ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആളെനിക്ക് ഫുള്ള് പഠിപ്പിച്ചൊക്കെ തന്നിട്ടുണ്ട്. ഇതൊക്കെ സിമ്പിളല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടോ. വിചാരിച്ച പോലെയല്ല, സാധനത്തിന് നല്ല ഭാരമുണ്ടായിരുന്നു. ഞാൻ അവിടേക്കാണ് എയിം ചെയ്തതെങ്കിലും സാധനം ഇവിടേക്ക് തന്നെയാണ് വന്നത്. എന്താണെന്നറിയില്ല, അതങ്ങനെ ശരിയായില്ല. രണ്ടാമതൊരു ട്രൈ ചോദിച്ചപ്പോൾ ആളെന്നോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു. അപ്പോൾ ഒന്നും കിട്ടാതെ നമ്മൾ തിരിച്ചു പോവുകയാണ്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അവസ്ഥ. ഇനി നിങ്ങളും കൂട്ടി വരില്ല എന്ന് എൻ്റെ കസിൻ നടന്നെങ്കിലും പറയുന്നുണ്ടേനു.